ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹോം മെയ്ഡ് ഷവർമ്മ. അപ്പോൾ അത് 2-3 ഘട്ടങ്ങളായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം അതിനാവശ്യമായിട്ടുള്ള കുബൂസ് ഉണ്ടാക്കാനുള്ള ഈസ്റ്റ് പൊങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് വെള്ളം. എന്ത് വെള്ളമാണെന്ന് അറിയോ? ലൂക്ക് വാം വാട്ടറാണ്, എന്നുവെച്ചാൽ ചെറിയ ചൂടുള്ള വെള്ളം അത് തന്നെ വേണം കേട്ടോ. അതൊരു 4-5 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഇനി അതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതെന്ന് വെച്ചാൽ അതിനെ പുരട്ടി വെക്കണം സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെയുള്ള പീസുകൾ, എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഒന്ന് എന്താ പറയുക, നൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ചെറുനാരങ്ങയുടെ ജ്യൂസ് കുറച്ച് വേണം, 1 ചെറുനാരങ്ങ, കുറച്ച് തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, വെളുത്തുള്ളി പൊടിയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് ഈ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും കേട്ടോ, ഒരു അറേബ്യൻ മണം വരാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും സാധനങ്ങൾ എടുത്തിട്ട് അതെല്ലാം കൂടി ചേർത്ത്, അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ചിക്കൻ അനുസരിച്ചുള്ള ഉപ്പും സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇടുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നല്ലോണം തിരുമ്മി കുറച്ച് നേരം വെക്കണം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ വയ്ക്കാൻ നല്ലത്. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് കിട്ടും എല്ലാം കൂടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആ ജ്യൂസും കൂടി ഒഴിച്ച് തൈരും ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്മി റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ലൊരു മണം കേട്ടോ. ഒറിഗാനും കൂടി ഇടുമ്പോൾ നല്ലൊരു ഷവർമ്മയുടെ മണം തന്നെ വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ വേറെ മസാലകളൊന്നും വേറെ ഇല്ലല്ലോ. അപ്പോൾ അതങ്ങനെ ചേർത്തിട്ട് ഒരു കമ്പിയുമേ കുത്തിയിട്ടാണ് അവരൊക്കെ ചെയ്യണത്. ഇങ്ങനെ ഒരു കമ്പിയിൽ കുത്തി ഗ്രില്ല് ചെയ്തെടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ മാവ് കുഴയ്ക്കാം, കുബൂസ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഒരു വലിയൊരു പണി. അതപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനാദ്യം മൈദ എടുക്കുക, കുറച്ച് വെള്ളം, പച്ചവെള്ളം മതിയിട്ടാ, പിന്നെ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും. അത് കയ്യിൽ കൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 500 ഗ്രാം മൈദയ്ക്ക് ഉണ്ടാക്കണം കേട്ടോ. ഒരു 5-6 ഷവർമ്മ കിട്ടും, 6 ഷവർമ്മ കിട്ടും. അപ്പോൾ 500 ഗ്രാം മൈദ ഇടുക. അപ്പോൾ അതിലേക്ക് നടുക്കൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈസ്റ്റ്, പൊങ്ങി വന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒരുപാട് പെട്ടെന്ന് ഒഴിക്കുക. അതൊരു കപ്പ് വെള്ളം ഞാൻ അവിടെ അളന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് എടുക്കുക. ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ മതി. നല്ല ടൈറ്റ് ആവരുത്, ലൂസും ആവരുത്. അങ്ങനത്തെ ഒരു പരുവത്തിൽ അതിനെ കുഴച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് തന്നെ കുഴക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം ബാക്കി വന്നിട്ടുണ്ട്, ഒരു കപ്പ് 250 ml കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ കയ്യിൽ ഇനി ഒട്ടാതിരിക്കാൻ വേണ്ടി ഇത്തിരി സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഒന്ന് കൈമാക്കിയിട്ട് കുഴയ്ക്കാം. എത്രത്തോളം കുഴയ്ക്കണോ അത്രത്തോളം സോഫ്റ്റായിട്ട് വരും. നന്നായി കുഴച്ച് നമുക്കത് കുറച്ച് നേരം പൊങ്ങാനായിട്ടുള്ള സമയം കൊടുക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണം കേട്ടോ. 1 മണിക്കൂർ, കൂടുതലായ ഒരു കുഴപ്പമില്ല. ഇനി പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മളിത് പൊങ്ങാനായിട്ടൊന്ന് വെക്കണം, എണ്ണ വരട്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. ഒരു മണിക്കൂർ നേരം എന്തായാലും വെക്കണം. 2 മണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ സമയം എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല. ചുരുങ്ങിയത് 1 മണിക്കൂർ അത് പൊങ്ങാനായിട്ട് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാം. കുറച്ച് സമയം ഉണ്ട് വെക്കാൻ, പൊങ്ങി വരണം വേണമല്ലോ. അപ്പോൾ സാധനം പൊങ്ങി വന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. ഉണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വീണ്ടും ഒരു കിച്ചൺ ടോപ്പിലിട്ടിട്ടേ ഒന്ന് കുഴയ്ക്കണം. വല്ല പാത്രത്തിലായാലും മതി, സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം അതിന് നമുക്ക് കൃത്യം ഭാഗങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം.
അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള കുബൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഒരേപോലെ മുറിച്ചെടുക്കും. 5 6 ഇതിൽ നിന്ന് കിട്ടുക. അതുകൊണ്ട് വീണ്ടും അതിനെ ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് കുഴച്ചെടുത്ത് അവിടെ വയ്ക്കുക. പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കണമെന്നില്ല. അതിങ്ങനെ ഉരുട്ടിയെടുത്ത് ആ സമയം 6 ഉരുളയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് സമയമൊന്നും പിന്നെ വെക്കണമെന്നില്ല. ഉടനെ നമുക്കത് പരത്താം. ചപ്പാത്തി പരത്തണ പോലെ പരത്തുക. വളരെ കുറച്ച് നല്ലോണം തിന്നായിട്ടൊന്നും പരത്തരുത് കേട്ടോ. അത്യാവശ്യം ഒരു കട്ടി വേണം. ചപ്പാത്തി പോലെ അങ്ങോട്ട് പരത്തി പോകണ്ട. എന്നാലോ അത്യാവശ്യം കട്ടിയിൽ തന്നെ അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കത് പരത്തി നോക്കാം. 6 എണ്ണം അതുപോലെ പരത്തിയെടുക്കാം. ഇനി പരത്തിയതൊന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ ഒരു കട്ടി ഉണ്ടോ, ഒരുപാട് ഇതാവണ്ട, നല്ല കട്ടിയിൽ അങ്ങനെ നമുക്ക് 6 എണ്ണം പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചുടാം. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു പണി ഈസിയാവും. ഇത് വാങ്ങാൻ കിട്ടും, അങ്ങനെ ചെയ്യാം. നമുക്ക് തന്നെ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ചോറ് ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച് തന്നെ ആദ്യം എടുക്കാം കേട്ടോ. ആ മൈദയൊക്കെ നന്നായിട്ട് കളഞ്ഞണം കേട്ടോ. അപ്പോഴാണ് അത് ശരിക്കും ഒന്ന് പൊങ്ങി വരിക. അപ്പോൾ അത് ആദ്യം ചട്ടിയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുകളിൽ ചെറിയ ചെറിയ അങ്ങനെ കുമിളകൾ പോലെ വരും. ആ കുമിളകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ചിട്ട് അത് നല്ല പൊങ്ങി വരണം കേട്ടോ. കണ്ടോ, ഇതുപോലെ പോളയായിട്ട് വരണം. അപ്പോൾ കുബൂസ് കറക്റ്റായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് 6 എണ്ണം ചുട്ടെടുത്ത് വരാം. ഇതുപോലെ ചുട്ടെടുക്കണം കേട്ടോ. എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കണേ. ഇപ്പോൾ ഒരെണ്ണം ചുട്ടെടുക്കണ കാണിക്കാനുള്ളൂ. 6 എണ്ണം അതുപോലെ ചുട്ടെടുത്ത് വയ്ക്കാം. അതെല്ലാം ചുട്ടെടുത്തുണ്ടോ, കറക്റ്റ് പാകത്തിന് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ പൊരിക്കാനായിട്ട് ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ പൊരിക്കണ്ട കേട്ടോ. അപ്പോൾ അതിൽ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഒരു ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇത് ഗ്രില്ല് ചെയ്യാം നമുക്ക് ഓവണിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനതിനെ ഓവണിൽ വെച്ച് എല്ലാവർക്കും ഓവൺ ഉണ്ടായിക്കോളുന്നില്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനിതിൽ ചെയ്തതാണ് കേട്ടോ. ഓവണിൽ വെച്ച് ഗ്രില്ല് ചെയ്താണെങ്കിൽ ഈ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ശരിക്കും അങ്ങനെ വേണ്ട. ഒരുപാട് ചിക്കൻ കിടന്ന് മൊരിയാനൊന്നും പാടില്ല. ഉണ്ട് അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു ഷവർമ മണം തന്നെ വരുന്നുണ്ട് ആ ഇതിന്. അപ്പോൾ അത്രയാണ്. ഒരുപാട് ഇങ്ങനെ കിടന്ന് കരിഞ്ഞ് പൊരിഞ്ഞ് വരാൻ പാടില്ല കേട്ടോ. ഷവർമയുടെ കളർ കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇരിക്കുന്ന ഷവർമയുടെ കളറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ബാക്കിയുള്ള ചിക്കനൊക്കെ പൊരിച്ച് വന്നു. അപ്പോൾ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റേതാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കും. അപ്പോൾ നമുക്കിനി ഇത് ഒരു ഇതിൻ്റെ മുകളിൽ വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. അതൊക്കെ അരിഞ്ഞിട്ട് എല്ലാ ചിക്കനും അതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഗ്രില്ല് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും. ഒരു ഉള്ളി നല്ല സോഫ്റ്റാണ്. ഇത് തൊട്ട് നോക്കി അറിയാം, നല്ല സോഫ്റ്റുള്ളൊരു സംഭവം ഇറച്ചിയാണ്. എന്നാൽ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണ പോലെയല്ല. അങ്ങനെ ഇതിലാണ് വേണ്ടത് കേട്ടോ. ചിക്കനെല്ലാം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പീസായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അതിലേക്ക് ഷവർമ്മയ്ക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ട സാധനമാണ് ഈ പച്ചക്കറികൾ, അതിൻ്റെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഉപ്പിലിട്ട വെജിറ്റബിൾസും വേണം കുറച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മുന്നേ തന്നെ അതൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, പിന്നെ കുക്കുംബർ, നമ്മുടെ കക്കിരിക്ക, അത്രയും സാധനങ്ങൾ നമ്മൾ ഉപ്പിലിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ട്. പിന്നെ അതുണ്ടാവാറുണ്ടല്ലോ ഷവർമ്മ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലേ ഈ പിക്കിൾഡ് വെജിറ്റബിൾസും അതിൽ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഷവർമ്മയുടെ ഉള്ളിൽ വെക്കാനും പിന്നെ കുറച്ച് അതിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കുബൂസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ടൊമാറ്റോ സോസ്. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ വേണമെങ്കിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചിക്കൻ, പിന്നെ അതിലുള്ള ഉപ്പിലിട്ട വെജിറ്റബിൾസ്, പിന്നെ അതിന് ഉള്ളിൽ വെക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസ്. അതിൽ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാപ്സിക്കും കൂടി ഉണ്ട്. പിന്നെ ഈ ഉപ്പിലിട്ട വെജിറ്റബിൾസും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും നമ്മുടെ മയോണീസും. ആ മയോണീസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് അതൊന്ന് ഇതാക്കണം. ടൊമാറ്റോ സോസും മയോണീസും കൂടി ചേർത്ത് മിശ്രിതമാണ് ആദ്യം അതിൽ ചേർക്കണം.
അപ്പം ഇനി ഷവർമ്മ സെറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം ഒരു കുബൂസ് എടുത്ത് വെച്ചു, ബട്ടർ പേപ്പർ വെച്ചിട്ട് ആദ്യം അതിൽ നമ്മുടെ കുബൂസ് വെച്ച് ഈ ടൊമാറ്റോ സോസും ചേർത്തിട്ടുള്ള മയോണൈസ് അല്ലേ അത് ആദ്യം ഒഴിച്ചു. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഇഷ്ടം പോലെ വയ്ക്കാം. അതിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളിലെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് എന്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, പിന്നെ വീണ്ടും കുറച്ച് ഇത്, അതിന് മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ഇങ്ങനെ ഒഴിക്കണം. അപ്പോൾ മയോണൈസിൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. മയോണൈസും ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് വെക്കുക. കുറച്ച് നീളമുള്ള ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു, എനിക്ക് അത്ര വലുത് കിട്ടിയില്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതൊന്ന് ചുരുട്ടിയെടുക്കാം. അങ്ങനെ പൊതിഞ്ഞിട്ട് തന്നെയാണല്ലോ ഷവർമ്മ കിട്ടുക നമുക്ക്. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ആ കുബൂസിനൊന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ ഇതിൽ ബട്ടർ പേപ്പറിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഉപ്പിലിട്ട വെജിറ്റബിൾസാണ് കേട്ടോ അത്. അപ്പോൾ അത് 6 ഷവർമ്മയാണ് ഇതോടെ ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത്. അത് മുഴുവൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇഷ്ടമായില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ഷവർമ്മ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഉണ്ട്, നല്ല സംഭവമായിട്ടുണ്ട്. കുബൂസും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷവർമ്മ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജിലൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.